ആരാത്? യമുന, എന്തിനാ കരയുന്നത്? ഞാൻ താമസിച്ചു പോയി ചേട്ടാ. എന്തിന്? എന്റെ ദേവാലയത്തിലെത്താൻ, എന്നെ സ്നേഹിക്കുന്ന മനസ്സിനെ കണ്ടെത്താൻ. ഈ ജന്മത്ത് എന്നെ രക്ഷിക്കാൻ മറ്റാർക്കും കഴിയില്ല. യമുന, ആരെ കുറിച്ചാ പറയുന്നത്? പ്രഭേട്ടനെ. എന്നെയോ? അതെ, എന്റെ മനസ്സ് വേദനിക്കുമ്പോൾ എന്നെ ആശ്വസിപ്പിക്കാറില്ലേ? എന്റെ ജീവിതത്തെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കാറില്ലേ? എന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ലേ? അത് സത്യമാണെങ്കിൽ ഞാൻ അകപ്പെട്ടിരിക്കുന്ന ചുഴിയിൽ നിന്നും എന്നെ രക്ഷിക്കണം. ഞാനെന്താ ചെയ്യേണ്ടത്? ചേട്ടൻ എന്നെ വിവാഹം കഴിക്കണം. യമുനെ, ചേട്ടൻ എനിക്കൊരു ജീവിതം തരില്ലേ? യമുനെ, അന്ധനായ ഞാൻ എനിക്ക് തന്നെ ഒരു ഭാരമാണ്. യമുനയുടെ വിലപ്പെട്ട ജീവിതം ഇരുട്ടിലേക്ക് വലിച്ചെറിയരുത്. പ്രഭേട്ട, ഈ ലോകത്ത് ആർക്കെല്ലാം കാഴ്ചയുണ്ടെന്നും ഇല്ലെന്നും കണ്ടറിഞ്ഞവളാണ് ഞാൻ. ചേട്ടന്റെ കണ്ണുകൾ ഇനി ഞാനാണ്. യമുനെ, നിന്റെ ഹൃദയത്തിൽ എനിക്ക് സ്ഥാനമുണ്ടെങ്കിൽ ഞാൻ ഭാഗ്യവാനാണ്. പക്ഷേ നമ്മൾ ഒരുമിച്ചുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. നിസ്സഹായനായ ഞാൻ നിന്നെ വിവാഹം കഴിച്ചാൽ ഈ ജീവിതകാലം മുഴുവൻ നിനക്ക് നിരാശപ്പെടേണ്ടി വരില്ലേ? ഇല്ല പ്രഭേട്ട, എനിക്ക് ചേട്ടന്റെ സ്നേഹം മാത്രം മതി. പ്രസാദ്, പ്രായമായ പെൺമക്കളെ കെട്ടിച്ചു വിടാൻ കഴിയാത്ത ഗതികെട്ടൊരു തന്തയാണ് ഞാൻ. എന്ന് വെച്ച് ഒരു മുടന്തന്റെയോ കുരുടന്റെയോ തലയിൽ കെട്ടിവെക്കാൻ ഞാൻ തയ്യാറല്ല. ക്ഷമിക്കണം, പ്രഭയ്ക്ക് ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യം ആലോചിക്കാൻ വന്നത്. അവനവന്റെ യോഗ്യതയെപ്പറ്റി ചിന്തിച്ചിട്ട് വേണം ഓരോന്ന് ആഗ്രഹിക്കാൻ. ഞാനിവനെ വീട് പഠിപ്പിച്ചത് എന്റെ മകൾക്ക് കാമുകൻ ഉണ്ടാക്കാൻ വേണ്ടിയല്ല. സാർ, പ്രഭ കാഴ്ചയില്ലാത്തവനാണെന്നുള്ളത് സത്യമാണ്. പക്ഷേ സാറ് പറഞ്ഞതുപോലുള്ള യോഗ്യതക്കുറവൊന്നും അവൻ ജനിച്ച കുടുംബത്തിനോ അവന്റെ സ്വഭാവത്തിനോ ഇല്ല. യമുനെ അവൻ ആഗ്രഹിച്ചെന്നല്ലാതെ മറ്റൊരു തെറ്റും ചെയ്തിട്ടില്ല. അത് എന്റെ മക്കളെ കിട്ടുകയുമില്ല. മരാർ സാർ, ഇക്കാര്യത്തിൽ എന്റെ പ്രഭയെ മാത്രം നിങ്ങൾ കുറ്റപ്പെടുത്തരുത്. യമുനയോട് സ്വാതന്ത്ര്യമായി ഇടപഴകാൻ ഇവന് സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് നിങ്ങൾ തന്നെയാണ്. ഇവന്റെ ഉള്ളിലിരിപ്പ് ഇതാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇവനെ ഈ പടിക്കകത്ത് കയറ്റില്ലായിരുന്നു. ഗുരുത്വദോഷി. ഇല്ല സർ, ഞാൻ ഒരിക്കലും ഒരു ഗുരുത്വദോഷിയാവില്ല. അർഹിക്കാത്തത് ആഗ്രഹിച്ചു പോയത് എന്റെ തെറ്റാണ്. ഞാൻ എന്നെ മനസ്സിലാക്കാഞ്ഞത് അതിലും വലിയ തെറ്റായിപ്പോയി. എല്ലാത്തിനും മീതെ ദൈവത്തിന് പറ്റിയ തെറ്റാണ് ഞാൻ. സാർ, എനിക്ക് മാപ്പ് തരണം. വരൂ, പോകാം.
പ്രഭേട്ട പ്രഭേട്ട ഇവിടെ എന്തുണ്ടായ അച്ഛാ? എന്റെ മോളെ അവന് വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന്. അതിനേക്കാൾ ഭേദം നിന്നെ വിഷം തന്നു കൊല്ലുന്നതല്ലേ? അച്ഛാ, പ്രഭേട്ടനെ എനിക്കിഷ്ടമാണെങ്കിലോ? ഇവനെ അച്ഛാ, എന്നെ വിവാഹം കഴിക്കണമെന്ന് ഞാനാണ് പ്രഭേട്ടനോട് അപേക്ഷിച്ചത്. അതുകൊണ്ടാണ് അവരിവിടെ വന്നത്. നിനക്ക് ഭ്രാന്താണോ? അല്ല, ഈ കുടുംബത്തുള്ളവർക്കെല്ലാം ഒരുമിച്ച് ഭ്രാന്ത് പിടിക്കാതിരിക്കാനാണ് ഞാനത് ചെയ്തത്. 18-ാം തീയതി എന്റെയും വീണയുടെയും വിവാഹം ഒരുമിച്ച് നടത്താമെന്ന് അച്ഛനല്ലേ വാക്ക് കൊടുത്തത്? അതെ. അന്ന് എന്റെ കഴുത്തിൽ താലി കെട്ടാൻ ആരും ഉണ്ടായില്ലെങ്കിൽ വീണയുടെ വിവാഹം ഞാൻ മാറ്റിവെക്കും. ഇനിയും അത് നീട്ടിയാൽ അവൾ കൈക്കുഞ്ഞുമായിട്ടായിരിക്കും കല്യാണപ്പന്തൽ ഇറങ്ങുന്നത്. എന്താ നീ പറഞ്ഞത്? ഇവൾ ഗർഭിണിയാണെന്ന്. എന്തിനാ അവളെ തല്ലുന്നത്? നല്ല മനസ്സുള്ള ഒരു ചെറുപ്പക്കാരനെയാണ് അവൾ സ്നേഹിച്ചത്. അച്ഛനെ ഇവളെ വിവാഹം കഴിച്ച് അയച്ചില്ലെങ്കിലും വീണയെ വിളിച്ചോണ്ട് പോകാനുള്ള മനസാക്ഷി മുരളിക്കുണ്ട്. അച്ഛന്റെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഒരു വിവാഹ ചടങ്ങിന് വേണ്ടി മുരളി കാത്തിരിക്കുന്നത്. ജാനകി, ഞങ്ങളെല്ലാവരും കൂടി എന്നെ തോൽപ്പിക്കുകയാണല്ലേ? എനിക്കൊന്നും അറിയില്ല അമ്മേ. ഞങ്ങളുടെ അച്ഛൻ ആരുടെ മുന്നിലും തോൽക്കാതിരിക്കാനാണ് ഇതുവരെ എല്ലാം രഹസ്യമായി സൂക്ഷിച്ചത്. പ്രഭേട്ടനിൽ ഞാൻ എന്റെ ഭർത്താവിനെ കണ്ടെത്തിയത്. കാഴ്ചയുള്ള മൃഗങ്ങളെ കണ്ടുമടുത്ത എനിക്ക് കളങ്കമില്ലാത്ത ഒരു മനുഷ്യന്റെ ഹൃദയം കണ്ടെത്താൻ കഴിഞ്ഞു. എനിക്കത് മതി. മോളെ, എന്റെ മോളെ, എന്റെ മോൾക്ക് പ്രഭയെ ഇഷ്ടമാണെങ്കിൽ നിന്നെ ഞാൻ വിവാഹം കഴിപ്പിക്കും. അച്ഛാ, ചേച്ചി, പ്രഭേട്ടൻ ട്രെയിനിന് തലവെച്ച് മരിച്ചു.